ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായി മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി വില്ല. 3.5 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മാണം. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീട് വരുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജായി വരുന്ന പ്രോജക്റ്റിലുള്ള ഒരു മനോഹരം വീട്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം ബോക്സി ടൈപ്പ് ഡിസൈൻ വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു. 12ഓളം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ആകെ 2 വീടുകൾ മാത്രമാണ് ഇവിടെ സെയിലിനായിട്ട് ഉള്ളത്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് വീടുള്ളത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഏകദേശം 5 മീറ്റർ വിടുത്തുള്ള ടൈൽഡ് റോഡാണ്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ നൽകിയിരിക്കുന്നു. GI സെക്ഷൻസും മതിലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് GI ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുറ്റത്ത് വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ GI സെക്ഷൻസും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് കാർ പോർച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് വരുന്നത്. വർക്ക് ഏരിയയിലൂടെ കടന്നാൽ നമുക്ക് വീടിൻ്റെ പുറകുവശത്തേക്ക് പോകാം. ഇരുവശത്തുമായിട്ട് ഡോറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന് പുറകുവശത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെയെല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് ടൈല് നൽകിയിരിക്കുന്നു. ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു ഒറ്റപ്പാളി ജനൽ വരുന്നുണ്ട്. ഇതാണ് മെയിൻ ഡോർ. മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള വലിയൊരു മെയിൻ ഡോർ തന്നെയാണ് ഈ വീടിന് വരുന്നത്. മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു ഭാഗത്തായിട്ട് 3 പാളി ജനലും ഒരു ഭാഗത്ത് 1 പാളി ജനലും നൽകിയിരിക്കുന്നു. ചെറിയൊരു TV യൂണിറ്റും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഇതാണ് ഡൈനിങ് സ്പേസ്. വെന്റിലേഷന് വേണ്ടി ധാരാളം ജനലുകൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിന് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മുകൾ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകളും ഈ ഫോൾ സീലിംഗിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നും തൊട്ടടുത്ത് തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ അതിനു വേണ്ടി ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വാനിറ്റി കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. L ഷേപ്പിലാണ് കിച്ചൺ ടോപ്പ് വരുന്നത്. ബീച്ച് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ കബോർഡുകൾ നൽകിയിരിക്കുന്നത്. ഇരുഭാഗത്തും കിച്ചൺ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അത്യാവശ്യം കബോർഡുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു കിച്ചനാണ് ഇവിടെ വരുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഒരു വശത്തായിട്ട് ഓരോ പാളികളുള്ള 2 ജനലും മറ്റൊരു വശത്ത് 2 പാളിയുള്ള ജനലും കൊടുത്തിരിക്കുന്നു. വാർഡ്രോബിൻ്റെ കളറുകളെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. പ്രൊഫൈൽ LEDകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ് എല്ലാ ബെഡ്റൂമുകളും. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
നല്ല മനോഹരമായിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പിന് അടിയിലായിട്ട് ഇൻവെർട്ടറിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് മുകളിലായി ഗ്രാനൈറ്റാണ് വരുന്നത്. റേസറായി ടൈലും GI സെക്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഒരുപാട് വലിയ ഒരു സ്പേസ് ഒന്നുമല്ല അപ്പർ ലിവിങ് ഏരിയ. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ആ ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. വാർഡ്രോബിൻ്റെയും എല്ലാം ഡിസൈൻ അതുപോലെ തന്നെയാണ് ഇവിടെ തന്നെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമുകൾക്കും ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം നോക്കാം. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ടൈൽ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നു. വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കാണാം. ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബാൽക്കണിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി. പ്ലെയിൻ ഗ്ലാസും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകളുമാണ് അതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ വില 65 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.